MP വീരേന്ദ്രകുമാറിൻ്റെ അനുസ്മരണ സമ്മേളനത്തിന് ചരിത്രകാരൻ രാമേന്ദ്ര ഗുഹയെ ക്ഷണിച്ചുകൊണ്ടപ്പോൾ ശ്രേയംസ് കുമാറും സംഘവും ഇത്ര വലിയൊരു ആപ്പ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചു കാണില്ല. വീരേന്ദ്രകുമാറിൻ്റെ എന്തെങ്കിലും അവദാനങ്ങൾ വാഴ്ത്തും, ആ കൂട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് സർക്കാരിനെ വിമർശിക്കും എന്ന് മാത്രമേ അവർ വിചാരിച്ചുള്ളൂ. ഗുഹ എന്തെന്ന് വെച്ചാൽ അദ്ദേഹം പല ഗുഹകളിലും കൈകിട്ട് ഒരുപാട് ചരിത്രരേഖകൾ കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ്. പുള്ളി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് ലക്ഷണമൊത്ത ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണെന്നും ഇവിടെ ഫാസിസ്റ്റ് ഭരണം എന്ന് പറയുന്നത് സമഗ്രാധിപത്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണെന്നും സ്വാഭാവികമായിട്ടും അദ്ദേഹം സിദ്ധാന്തിച്ചു. അതിൽ അദ്ദേഹത്തെ തെറ്റൊന്നും പറയാൻ പറ്റുകയില്ല. ഇവിടെ BJPയുടെ ഏകകക്ഷി ഭരണമല്ല, നരേന്ദ്രമോദിയുടെ ഏക വ്യക്തി ഭരണമാണ് നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയെ പോലെ സമഗ്രാധിപത്യത്തിൻ്റെ ഒരു മൂർത്ത രൂപമായിട്ടാണ് ചരിത്രകാരന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും നിലയം വിദ്വാൻമാരും എല്ലാവരും കരുതിയിട്ടുള്ളത്. നരേന്ദ്രമോദിക്ക് തന്നെ അങ്ങനെ അല്ല എന്ന് യാതൊരു അവകാശവാദവുമില്ല. അദ്ദേഹം ഒരു ഏകാധിപതിയാണ്. അദ്ദേഹം ഏകാധിപതിയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയാം. അദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണ്, ഒരു വിധിയുടെ മൂർത്ത രൂപമാണ് എന്ന് അദ്ദേഹം തന്നെ വിശ്വസിക്കും. അദ്ദേഹത്തിൻ്റെ സമീപകാലത്തുള്ള എല്ലാ പ്രസ്താവനകളും ആ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നെപ്പോളിയൻ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ മാൻ ഓഫ് ഡെസ്റ്റിനി എന്ന് വിശേഷിപ്പിച്ചു. നരേന്ദ്രമോദി വിചാരിക്കുന്നത് അദ്ദേഹം മാൻ ഓഫ് ഡെസ്റ്റിനി ആണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്, അദ്ദേഹം ചെയ്യാത്ത ഒരു കാര്യവും ശരിയല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കും. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമായതുകൊണ്ട് ഓരോരുത്തർക്കും അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരോ അതിനെ വിശ്വസിക്കും. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഈശ്വരാവതാരമാണ്. ഇന്ത്യയെ വലിയ വിപത്തുകളിൽ നിന്ന് കരകയറ്റാനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു മനുഷ്യരൂപം പൂണ്ട് ജനിച്ച വ്യക്തിയാണ് മോഡി എന്ന് അദ്ദേഹവും വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരും വിശ്വസിക്കുന്നു. അവിടെ വെച്ച് നമ്മുടെ ഗുഹ നിർത്തിയാൽ മതിയായിരുന്നു. രാമേന്ദ്ര ഗുഹ എന്തെന്ന് പറയുമോ, പുള്ളി ആൾ കുസൃതിക്കാരനാണ്. പുള്ളി അവിടെ നിർത്താതെ പിന്നെയും പോയി. അദ്ദേഹം പറഞ്ഞു മുണ്ടുടുത്ത ഒരു മോഡിയാണ് നമ്മുടെ പിണറായി വിജയൻ, അതുപോലെ സാരി ഉടുത്ത മോഡിയാണ് മമതാ ബാനർജി, ബുഷ് ഷർട്ടിട്ട വേറൊരു നരേന്ദ്രമോദിയാണ് അരവിന്ദ് കെജ്രിവാൾ, വെള്ളക്കുർത്തയും പൈജാമയും ധരിച്ച വെള്ളക്കുർത്തയും ധോത്തിയും ധരിച്ച നാലാമതൊരു നരേന്ദ്രമോദിയാണ് നവീൻ പട്നായിക് എന്ന്. അപ്പോൾ സത്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. ഈ നമ്മുടെ പിണറായി സഖാവിനെ കുറിച്ച് മുണ്ടുടുത്ത മോഡി എന്നല്ല, മുണ്ടുടുത്ത മുസോളിനി എന്ന് പറയാൻ കൂടുതൽ ശരി. കാരണം അദ്ദേഹം തികഞ്ഞ ഏകാധിപതിയാണ്. അദ്ദേഹത്തിന് ജനാധിപത്യത്തെക്കുറിച്ചോ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചോ ജനാധിപത്യ മര്യാദയെക്കുറിച്ചോ പ്രതിപക്ഷ ബഹുമാനത്തെക്കുറിച്ചോ കേട്ടുകേൾവി പോലുമില്ല. അങ്ങനെയുള്ള പദങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മമതാ ബാനർജിയുടെ കാര്യത്തിൽ ഒട്ടും വ്യത്യാസമില്ല. മാർക്സിസ്റ്റുകാരുടെ ദുർഭരണം അവസാനിപ്പിച്ച് മമതാ ബാനർജി അധികാരത്തിൽ വന്നപ്പോൾ ആളുകൾ വിചാരിച്ച് ജനാധിപത്യം രക്ഷപ്പെട്ടു. പക്ഷേ ഒരു രക്ഷയും പെട്ടില്ല. പണ്ടത്തേക്കാൾ മോശപ്പെട്ട രീതിയിൽ ഇപ്പോൾ ബംഗാളിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റുകാർ എത്ര ഭേദമായിരുന്നു, ജ്യോതി ബസു എത്ര മര്യാദക്കാരനായിരുന്നു, ബുദ്ധദേവ് എത്ര മാന്യനായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ബംഗാളികൾ പറയാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഈ സ്ത്രീയുടെ അതിഭയങ്കരമായ ഭരണമാണ്.